അങ്ങനെ അടുത്തൊരു സുപ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മൊത്തം കലാപഭൂമിയാക്കാൻ ശേഷി ഉണ്ടായിരുന്നൊരു ഒരു സംഭവമുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെയോ ഒരു വലിയ കലാപത്തിലേക്കൊന്നും പോയില്ല, അല്ലെങ്കിൽ ഇന്ത്യ ഒരു യുദ്ധഭൂമിയായി മാറിയാനെ. ഞാൻ പറഞ്ഞു വരുന്നത് ബാബറി മസ്ജിദിനെ കുറിച്ചാണ്. പക്ഷെ ആ ഒരു സമയത്ത് എല്ലാവരുടെയും ചർച്ചാ വിഷയം ഇപ്പൊ എന്തെങ്കിലും സംഭവിക്കും എന്നൊരു മട്ട് വന്ന ഒരു കേസ്. അതെ അതെ അതെ, അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ തമ്മിൽ തല്ലി അത്രത്തോളം ഗുരുതരമാകേണ്ടിയിരുന്ന ഒരു പ്രശ്നം എന്തൊക്കെയോ ഭാഗ്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ആയെങ്കിലും പോയത്. ഇപ്പോഴും ഇന്ത്യയുടെ നിലവിലെ സാഹചര്യത്തിൽ ഓരോരോ ബാബറി മസ്ജിദ് പോലുള്ള കാര്യങ്ങളൊക്കെ പൊന്തി വരുമ്പോൾ ഉള്ളിൽ ഭീതിയാണ്. കാരണം മതേതരത്വത്തിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ സമൂഹത്തിൽ ഇത്തരം മതപരമായ ഓരോരോ കാര്യങ്ങൾ എടുത്തിട്ട് അത് പിന്നെ ഒരു പ്രശ്നമാക്കി മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തരിക്കുന്ന സ്ഥിതിവിശേഷത്തിലൊക്കെ പോകാൻ വളരെ സാധ്യതയുള്ള ഒരു രാജ്യവും ഒരു പരിതസ്ഥിതിയുമാണ് നമ്മുടേത്. അപ്പോൾ ബാബറി മസ്ജിദിൻ്റെ ധ്വംസനം ഇന്ത്യയുടെ ഒരു മുറിവ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു ജനതയുടെ ഒരു വികാരത്തെ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ തച്ചു തകർത്തുകൊണ്ട് മറ്റു വിശ്വാസികൾ കടന്നു വരികയും അത് അവരുടെയാണെന്ന് അവകാശപ്പെടുകയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോരിലേക്ക് പോയാൽ അത് പിന്നെ കോടതിയിലേക്ക് പോലും പോയിട്ടാണ് ഒരു വിധി വരുന്നത്. ആ വിധിയിൽ പോലും ഭൂരിഭാഗം ജനങ്ങളും തൃപ്തരല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ട് ദേശാഭിമാനി തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ചതിയുടെ 32 വർഷം എന്ന നിലയിലാണ്. കോൺഗ്രസിന്റെ പിടിപ്പുകേട് മുതലാക്കി സംഘപരിവാറുകാർ അയോധ്യയിലെ ബാബറി മസ്ജിദ് തച്ചു തകർത്തത് 1992 ഡിസംബർ 6 എന്ന രീതിക്കാണ് ദേശാഭിമാനി ഈ ഒരു വാർത്തയെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ എന്ന മതനിരപേക്ഷ രാഷ്ട്രത്തിന്റെ ഹൃദയത്തിലേറ്റ ഏറ്റവും വലിയ മുറിവിന് ഇന്ന് വെള്ളിയാഴ്ച 32 വർഷം തികയുന്നു. 1992 ഡിസംബർ 6 സംഘപരിവാറുകാർ അയോധ്യയിലെ ബാബറി മസ്ജിദ് തച്ചു തകർത്തത്. ഇതിന് BJPയും കോൺഗ്രസും തുല്യ ഉത്തരവാദികളാണ്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ 1986 പൂജ നടത്താൻ മസ്ജിദ് തുറന്നു കൊടുത്തു. 1989 ശിലാന്യാസം നടത്താൻ VHPക്ക് അനുമതി നൽകി. 1989 തെരഞ്ഞെടുപ്പ് പ്രചാരണം കോൺഗ്രസ് ആരംഭിച്ചതും അയോധ്യയിൽ നിന്നാണ്. ഇതുകൊണ്ടൊന്നും ബൊഫേഴ്സ് അഴിമതി കേസിൽ ആഘാതം ചെറുതാക്കാൻ രാജീവിന് കഴിഞ്ഞില്ല. അധികാരത്തിൽ വന്ന VP സിംഗ് സർക്കാർ മസ്ജിദ് സംരക്ഷിക്കാനും സമീപം അമ്പലം പണിയാനുമുള്ള ഓർഡിനൻസ് കൊണ്ടുവന്നു. കോൺഗ്രസും BJPയും എതിർത്തതിനാൽ ശ്രമം വിജയിച്ചില്ല. തർക്കം പരിഹരിക്കാൻ രാജീവിന് അവസരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അക്കാലത്ത് ആഭ്യന്തര സെക്രട്ടറിയായിരുന്ന മാധവ് ഗോഡ്ബോളെ എഴുതിയ രാം മന്ദിർ ബാബറി മസ്ജിദ് ഡിലേമ ആൻഡ് ആസിഡ് ടെസ്റ്റ് ഫോർ ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകത്തിൽ വിശദീകരിക്കുന്നു. ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി അംഗം സയ്യിദ് ഷഹാബുദ്ദീനും കരൺ സിംഗും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ചെവി കൊടുക്കാനും രാജീവ് തയ്യാറായില്ല. അതുകൊണ്ട് കോൺഗ്രസിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തിയാണ് ദേശാഭിമാനി ബാബറി മസ്ജിദിന്റെ 32 വർഷങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു കലാപഭൂമിയായി നമ്മുടെ ഇന്ത്യ മാറി. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന ഒരു സമയമാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിട്ടും ഭീതിയോടെയാണ് നോക്കിക്കണ്ടത്. കാരണം എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ചെറിയ തീപ്പൊരി വീണാൽ പ്രശ്നമാകുന്നൊരു ഗുരുതര സാഹചര്യമായിരുന്നു. ഹിന്ദു സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും ഒക്കെ ഒരുമിച്ച് പോയിരുന്ന സാഹചര്യത്തിൽ നിന്ന് വേറിട്ട് രണ്ടുപേരും ശത്രുക്കളെ പോലെ മുഖാമുഖം നോക്കിയ സമയങ്ങൾ, അത്തരത്തിലുള്ള സമയങ്ങളൊന്നും ഇനി ഉണ്ടാകാതിരിക്കട്ടെ, അല്ലേ?